നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് തലവേദനയായി PV അൻവർ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ വീണ്ടും രംഗത്ത്. സതീശന് പിന്നിൽ ഗൂഢശക്തികളൊന്നും സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ല എന്നും PV അൻവർ തുറന്നടിച്ചു. LDFനെ ചതിച്ച് UDF പാളയത്തിലെത്തിയ PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് തന്നെ തലവേദനയാകുന്ന കാഴ്ച. UDFിൽ ഘടകകക്ഷിയായി പരിഗണിക്കില്ല എന്ന് ഉറപ്പായതോടെ PV അൻവർ വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിച്ചു. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഒരു ഭാഗത്ത്. ഇനി എന്താ മറ്റത്? എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ. ആരാ പറയുന്നത്? ഈ UDFിൻ്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. AICC സെക്രട്ടറി ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്, എൻ്റെ പഴയ നേതാവ് കൂടിയാണ്. PV അൻവർ ഇല്ലാതെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാണ്? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു? പിന്നെ ഞാനിനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. അൻവറിന്റെ UDF പ്രവേശനം വഴിമുട്ടി എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വീണ്ടും അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനവലപ്പം കൂടിയ നിങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കും. പടച്ചോനെ, എന്താപ്പം ഇതിൻ്റെ കഥ? പലതും ജപ്തിൻ്റെ വക്കിലാണ്. നാളെ രാവിലെ ജപ്തി വരും, എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. അൻവറിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കാത്തിരുന്നു തന്നെ കാണണം. നേരിട്ട് മത്സരത്തിന് ഇറങ്ങുമോ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്ന് തന്റെ സമ്മർദ്ദതന്ത്രം തുടരുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പക്ഷേ തന്റെ ചിരകാല ശത്രുവായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവറിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ തരമില്ല. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.